Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Player ആരാണ്? ഞാനാണ് മാഡം. അമ്പിളി. നന്മയാകുന്ന കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. താങ്ക് യു മിസ്. Thank you. Signing ആരാണ്? Thought of the day and signing. Good afternoon, ma'am. ഞാനാണ് കോട്സ് പറയുന്നത്. Education is the most powerful weapon which you can use to change the world. APJ Abdul Kalam. Thank you, ma'am. Thank you. Okay. Signing. Signing required ആണോ? മിസ്സേ സൈനിൻ കുറച്ച് പേരോട് ആരും ചെയ്യാനുള്ള, അതുകൊണ്ട് ഞാൻ ചെയ്യാം. ഞാൻ ശരിക്കും ഞാൻ പറയണ കേൾക്കുമെന്നറിയില്ല. ഞാൻ എൻ്റെ റോഡിലാണ്. ഞാൻ എൻ്റെ മോനെ എക്സാം കഴിഞ്ഞ് വിളിച്ചോണ്ട് വരുവാ. കേൾക്കാവോ പറയുന്നത്? കേൾക്കാം, പറയണം കേൾക്കാം. ആ, ഞാനൊരു സ്റ്റോറിയാണ് പറയുന്നത്, മലയാളം. ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന പാൽക്കട്ടി ഭർത്താവ് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റാണ് ദരിദ്രരായ വൃദ്ധ ദമ്പതികൾ ജീവിച്ചിരുന്നത്. 1 കിലോഗ്രാം വീതം തൂക്കം വരുന്ന പാൽക്കട്ടികളായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെയിരിക്കെ പാൽക്കട്ടിയുടെ തൂക്കത്തിൽ സംശയം തോന്നിയ കടക്കാരൻ ഒരു ദിവസം അത് തൂക്ക് നോക്കിയപ്പോൾ 900 ഗ്രാം മാത്രമേ കണ്ടുള്ളൂ. ഇതിൽ അരിശം പൂണ്ട കടക്കാരൻ പിറ്റേ ദിവസം വൃദ്ധൻ വിൽപ്പനയ്ക്കായി വന്നപ്പോൾ വല്ലാതെ ശകാരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. പ്രയാസത്താൽ തലതാണുപോയ ആ വൃദ്ധൻ ഇപ്രകാരം പറഞ്ഞു: സഹോദരാ, അവ തൂക്കി നോക്കാനായി ഞങ്ങളുടെ വീട്ടിൽ ത്രാസില്ല. ഒരിക്കൽ താങ്കളിൽ നിന്ന് തൂക്കി വാങ്ങിയ 1 കിലോഗ്രാം പഞ്ചസാരയുടെ തൂക്കത്തിലാണ് ഞങ്ങൾ പാൽക്കട്ടി ഉണ്ടാക്കിയിരുന്നത്. ഗുണപാഠം: നീ തൂക്കി കൊടുക്കുന്നത് പോലെ നിനക്ക് തൂക്കപ്പെടും. അതുകൊണ്ട് കിട്ടുന്ന ഒരു എന്താ പറയുക, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ട് തുല്യമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. നന്മ ചെയ്ത് കഴിഞ്ഞാല് ഉറപ്പായിട്ട് നന്മ തന്നെ കിട്ടും. നമ്മൾ വീണ്ടും തിന്മ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? തിന്മ മാത്രമായിരിക്കും, അല്ലെ? യെസ് മിസ്സേ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മിസ്സേ, ഇവിടെ ഇപ്പൊ 52 സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാവരോടും സൈൻ ഇൻ ചെയ്യാനും സൈൻ ഔട്ട് ചെയ്യാനും പ്രെയർ ചെയ്യാനൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ പ്രെയർ കോഡ്സ് പറയും, സൈൻ ഇൻ സൈൻ ഔട്ട് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് നിന്നാലും ചിലർ ചെയ്യണവരുണ്ട്. പക്ഷെ കൂടുതൽ പേർക്കും ചെയ്യാൻ അത്ര താല്പര്യമില്ല. ഓരോരുത്തർക്കും ഓരോരോ എക്സ്ക്യൂസ്. പിന്നെ കുറച്ച് പേര് ചെയ്തതായതുകൊണ്ട് വീണ്ടും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്തൊന്ന് ചെയ്യണമെന്നുള്ളൊരു കാര്യം മിസ് എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ആരും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ റോഡിൽ നിന്ന് വരെ ചെയ്യേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് ആരും ചെയ്യാനില്ല. നമ്മളെ ലീഡറാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ആരും ചെയ്തില്ലേ നമ്മൾ ചെയ്യണ്ടേന്ന് കരുതിയാണ് ഇപ്പൊ ഞാനാണെങ്കിലും ചെയ്തത്. മിസ് അപ്പൊ ഒന്ന് പറയണം. ഞാൻ നിങ്ങളോട് അറിയാം. നമ്മൾ ഈ ഒരു ക്ലാസ് ജേർണി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു 10 months നമുക്ക് ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ റുട്ടീൻ ആയിട്ടുള്ള കാര്യമാണ് എന്ന് പ്രെയർ, സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ. അപ്പൊ സോ ഇത് 3 നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. 86 സ്റ്റുഡൻസ് ക്ലാസ്സിൽ റിജോയിലേക്ക് ബാക്കി 35 സ്റ്റുഡൻസ് നിത്യ മ്യൂട്ട് ആവുമോ? എനിക്ക് ഞാൻ വെയിലത്തായതുകൊണ്ട് എനിക്ക് ഒന്നും കാണാൻ പാടില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ലെഫ്റ്റ് ആയിട്ട് വന്നോളാം. ഓക്കെ, ഞാനപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള്
സൈൻ ഇന്നും തോട്ട് ഓഫ് ദ ഡേയും അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സൈനിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ആക്ഷൻ സോങ്ങോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ ആക്ഷൻ സോങ് ആയാലും മതി, ഒരു കടങ്കഥ പറഞ്ഞിട്ട് തുടങ്ങാം, മാത്സിൽ ഒരു ക്വിസ് ആയാലും കുഴപ്പമില്ല, ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് ഡെയിലി ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ക്രിയേഷൻ അനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ പറയണം. അത് കമ്പൽസറി ആയിട്ട് എല്ലാവരും ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് ടോപ്പിക് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ന്യൂസിൽ ആദ്യം കണ്ട വാർത്ത എന്താണ്? മിസ്സേ, ഞാൻ ആക്ച്വലി സുനിത വില്യംസിന്റെ കാര്യം പറയണമെന്ന് വിചാരിച്ചതായിരുന്നു മിസ്. അപ്പൊ നിത്യ പറഞ്ഞൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ സൈൻ ഇനും സൈൻ ഔട്ടും വരണത് ഭയങ്കര പ്രശ്നമാണ്. അത് പറയാൻ ആരും വില്ലിങ് അല്ല. ഇപ്പൊ ഗ്രൂപ്പിൽ ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ അവരിട്ടാലും അതിനൊരു റെസ്പോൺസ് കിട്ടുന്നില്ല. രാത്രി ഒരു 7 മണിക്കുള്ളിലെങ്കിലും ആരെങ്കിലും വില്ലിങ് ആയാലാണല്ലോ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് അത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആരും വില്ലിങ് അല്ല. കോഡ്സിന് മാത്രമാണ് മെയിൻ ആയിട്ടും പറയാൻ ആള് റെഡി ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ ആരും ഇല്ലെങ്കിലും ഞാനും നിത്യയും കൂടിയിട്ട് പറയാന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മിസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ സുനിത വില്യംസിന്റെ കാര്യം പറഞ്ഞു തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. ആക്ച്വലി ഈ സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു അയൺ ലേഡിയാണ്. എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇപ്പൊ സ്പേസിൽ ഏറ്റവും കൂടുതൽ നടന്ന ഒരു ലേഡി എന്നുള്ള റെക്കോർഡ് സുനിത വില്യംസിനാണ്. അപ്പോ അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ കൂടി ഒരു ഇന്ത്യൻ വംശജ എന്നുള്ള രീതിയിൽ എല്ലാ ഇന്ത്യൻസിനും പ്രൗഡ് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണ്. അപ്പൊ ന്യൂസ് വായിക്കണ നമുക്ക് എല്ലാവർക്കും അറിയാം, വെറും ഒരു 8 ദിവസത്തെ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് സ്പേസിൽ പോയിരുന്നതാണ്. ബോയിങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റാർ ലൈൻസ് എന്ന് പറഞ്ഞ പേടകത്തിന് 8 ദിവസം അവിടെ സ്പേസിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയും ആ ഒരു പേടകത്തിന് ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വന്നത് കൊണ്ട് തിരിച്ചു വരവ് പോസിബിൾ ആയില്ല. അങ്ങനെ 9 മാസമാണ് സുനിത വില്യംസ് സ്പേസിൽ കുടുങ്ങിപ്പോയത്. 9 മാസം. അപ്പോ നമ്മൾ ഒരു കേവലം സൈൻ ഇൻ പറയാനോ അല്ലെങ്കിൽ സൈൻ ഔട്ട് പറയാനോ ഒക്കെ ഇത്രയും ബുദ്ധിമുട്ടുമ്പോ ആ ഒരു സ്പേസിലെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല. വീഡിയോസ് ഒക്കെ കണ്ടാൽ നമുക്കറിയാലോ, സുനിത വില്യംസിന്റെ ഹെയർ ഒക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ ബബിൾസ് ആയിട്ട് പാറി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് ഇങ്ങനെ ലിക്വിഡ് ഫോമിൽ ബബിൾ ആയിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഗ്രാവിറ്റി ഇല്ലാതെ എയർ ഇല്ലാതെ അവിടെ 9 മാസം ഇത്രയും ഒരു ധൈര്യത്തോട് കൂടിയിട്ട് നിന്നൊരു ലേഡിയുടെ മുമ്പില് അവരെയൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുക്കേണ്ടത്. ഇന്നൊരു 3:30 സത്യം പറഞ്ഞാൽ ആ ഒരു ന്യൂസ് നോക്കാൻ വേണ്ടി രാവിലെ തന്നെ ഏറ്റവും ആദ്യം നോക്കിയത് അതാണ്. ഈ സ്പ്ലാഷ് ഡൗൺ ഇങ്ങനെ പസഫിക് ഓഷ്യനിൽ അവർ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ ഒരു പേടകത്തിലാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു ലേഡിയുടെ ഒക്കെ മുമ്പില് അതുപോലെ ആവണം എന്നല്ല, പക്ഷെ എന്തായാലും ഒരു ഇച്ഛാശക്തിയും ഒരു കോൺഫിഡൻസും ഒരു മനോധൈര്യവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എത്ര വലിയ കാര്യമായാലും എത്ര ചെറിയ കാര്യമായാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സൈൻ ഇൻ പറയണത് ചിലർ വിചാരിക്കുന്നുണ്ടാവും അതൊരു തമാശയാണ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു ടീച്ചർ എന്നുള്ള രീതിയിലെ തുടങ്ങണ ദിവസങ്ങളാണ് ഇത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് ഭാവിയിലെ നമ്മൾ എന്ന ടീച്ചറിൽ റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ ഞാനും നിത്യം കൂടി ഇന്നത് പറയണമെന്ന് വിചാരിച്ചതാണ്. ആരും ഇല്ലെങ്കിൽ നമ്മൾ പറയാൻ റെഡിയാണ്, പക്ഷെ അപ്പൊ നമ്മളിലേക്ക് മാത്രമായിട്ട് അത് ഒതുങ്ങിപ്പോവും. ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എല്ലാവരിൽ നിന്ന് ഉണ്ടാവണം. അതിന് നമ്മുടെ ചുറ്റും ഒരുപാട് മോട്ടിവേഷൻ ആക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇന്നത്തെ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സുനിത വില്യംസ് തന്നെ. അപ്പൊ ഇതൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടെങ്കിലും എല്ലാവരും ആക്റ്റീവായിട്ട് മുന്നോട്ട് വരട്ടെ. മിസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് പ്രേയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ സൈൻ ഔട്ട് ഇത് ചെയ്യണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ ആ ഗ്രൂപ്പിലില്ല. അപ്പോഴേ ആരാണ് ചില ദിവസങ്ങളിൽ എനിക്കിതിന് ക്ലാസ്സിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനുള്ള പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ അവര് പിന്നെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിലില്ലാന്നാണ് ഇല്ല, അതുകൊണ്ടാണ്. ഞാനും അതെ മാം, ഗ്രൂപ്പിലില്ല. എന്റെ പേര് സജിത ജേക്കബ് എന്നാണ്. ഞാനും ഗ്രൂപ്പിലില്ല, അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. മാഡം ഞങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. മാഡം ഒന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളൊക്കെ ഫസ്റ്റ് ഡേ മുതലുണ്ട്. അന്ന് മുതലേ നമ്മൾ എല്ലാ ദിവസവും ഗ്രൂപ്പ് ഉണ്ട്.
ഗ്രൂപ്പിന്റെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരിൽ നിന്നൊന്നും നമുക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ഇത്രയും പേരെ ഗ്രൂപ്പിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് വരുന്നത്. നിങ്ങൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എല്ലാവരും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരും. നമ്മൾ ഒരുമിച്ച് ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിനൊരു പ്രശ്നമാണ് ഇപ്പോ നമ്മൾ ഈ ഒരു പ്രശ്നം സൈൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും മടിയൊക്കെ മാറ്റി നല്ല മിടുമിടുക്കരായിട്ട് സൈനിങ്ങും അതേപോലെ തന്നെ ആക്ഷൻ സോങ് ഒക്കെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് നിങ്ങൾ എല്ലാവരും അതേപോലെ തന്നെ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ലേ? ചെയ്യില്ലേ? നെക്സ്റ്റ് ക്ലാസ് മുതൽ ഒരു മടിയില്ലാണ്ട്? തീർച്ചയായിട്ടും അപ്പോ ഞാൻ ഇന്നിപ്പോ ഒരു ബാച്ച് ചെയ്യുന്ന ഒരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ആ ബാച്ച് എന്ന് പറഞ്ഞാൽ MT8 ആണ്. നിങ്ങൾ MT11 ആണ്. സോ MT8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പയർ ചെയ്യണമെന്നല്ലാണ്ട്, പക്ഷെ അവിടുത്തെ പിള്ളേര് ഭയങ്കര എന്താ പറയാ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ആരാണ് സൈൻ ഇൻ ചെയ്യുന്നത്? ആദ്യം അവർ വന്നപ്പോൾ നിങ്ങളെ പോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് മന്ത് അവരധികം കൺഫ്യൂഷനും ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടും കൺഫ്യൂഷനും ഇതെന്താണ്, ഇതിങ്ങനെയാണോ, എന്താണ് ആ ഒരു മടിയും ഒക്കെ എല്ലാവർക്കും ആ ഒരു ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ കാണുന്നതാണ്. ആദ്യത്തെ ഒരു മാസം മാത്രമേ അത് കാണാറുള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഡൗട്ടോ ഒരു പ്രശ്നവും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ നമ്മളിപ്പോ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് തോന്നുന്നു ഞാൻ 3ാമത്തെ ക്ലാസ് ആണ് ഇവിടെ കയറുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ എന്റെ ക്ലാസ് എന്ന് മാത്രമല്ല എല്ലാ ക്ലാസ്സിലും നിങ്ങൾ സൈനിങ്ങും പ്രയറും സൈൻ ഔട്ടും ഒക്കെ കറക്റ്റ് ആയിട്ട് പറയണം. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് എന്ത് സൈൻ ഇൻ പറയണം? ചിലപ്പോൾ ന്യൂസ് ആയിക്കോട്ടെ. സൈൻ ഇൻ പറയാനുള്ള സംശയമാണെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂസ്, നിങ്ങളെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു ന്യൂസ് റീഡ് ചെയ്യാം. ഓക്കെ, അത് സൈനിന്റെ ഭാഗമായിട്ട് പറയാം. ഒരു ആക്ഷൻ സോങ് പറയാം, അതും കുഴപ്പമില്ല. സിമ്പിൾ ആയിട്ടൊരു നേഴ്സറി കുട്ടീനെ ആക്ഷൻ സോങ് പഠിപ്പിക്കാം, അത് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഒരു മോറൽ സ്റ്റോറി പറയാം. ഇംഗ്ലീഷ് മാക്സിമം നിങ്ങൾ പ്രെയർ ആയാലും സൈൻ ഇൻ ആയാലും തോട്ട് ഓഫ് ദ ഡേ ആയാലും ഇംഗ്ലീഷിലേക്ക് പറയാനായിട്ട് നോക്കാം. അത് നമ്മളുടെ ഒരു എന്താ പറയാ ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കമാണ്. കൂടുതലായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ തുടങ്ങാം. ഇംഗ്ലീഷ് ന്യൂസ് പറയാൻ തുടങ്ങാം. നമ്മൾ ഇപ്പോ ഇംഗ്ലീഷിൽ സ്റ്റോറി പറഞ്ഞിട്ട് അത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു, കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ആവാൻ രീതിയിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക നല്ലതാണ്. സോ ആക്ഷൻ സോങ് ചെയ്യാം, ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ചെയ്യാം. ഒരു മടിയുമില്ലാതെ എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നാണ് എന്റെയും ആഗ്രഹം. എന്ന് വെച്ചാൽ ഇനി ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസുകൾ ഓരോന്നും തരും. അപ്പൊ അത് ക്ലാസ്സിൽ തന്നെ പ്രസന്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ സയൻസ് ഒക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആ മടിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, മടിയൊന്നും ഇല്ലാണ്ട് ചെയ്യില്ലേ എല്ലാവരും? ഓക്കെ മാം. എല്ലാവരും ഓക്കെ. മാം, ഇന്ന് ഈ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വീണ്ടും നമ്പർ മെൻഷൻ ചെയ്തിടാം. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുമ്പോൾ എന്റെ നമ്പർ മെൻഷൻ ചെയ്തിടുന്നുണ്ട്. പക്ഷെ ഇവരത് ശ്രദ്ധിക്കാത്തതാണോ അറിയില്ല. ഇന്നും ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരോടൊന്ന് പേഴ്സണലി മെസ്സേജ് അയച്ച് എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതൊന്ന് നമ്പറിൽ പേഴ്സണലി മെസ്സേജ് അയക്കും. നമ്മൾ എവിടം വരെയാണ് എടുത്തത്? പറഞ്ഞത് ഇത് മെസ്സേജ് എടുത്ത് എങ്ങനെ അയക്കേണ്ടത് എനിക്ക് അറിയില്ല മാം. അതിന് വീട്ടിൽ ചെന്ന കുട്ടികളോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മള് എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? ചാപ്റ്റർ 4 കോമൺ ചൈൽഡ് ഫസ്റ്റ് പേജ്. Ma'am, dirty hands and feet. Ma'am, dirty hands and feet. അതുവരെ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ മോൺ ആവുന്നത് കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ആണ്. കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ഡിസീസുകൾ, കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കോമൺ ഡിസീസ് ആണ്. അതിൽ ആദ്യം പറയുന്നത് വൂഫിംഗ് കഫ് ആണ്. വൂഫിംഗ് കഫിന് മലയാളത്തിൽ നമ്മളൊരു പേര് പറയും, വില്ലൻ ചുമ. വില്ലൻ ചുമ, വില്ല് പോലെ വളഞ്ഞു ചുമയ്ക്കും എന്നാണ് വൂഫിംഗ് കഫിന് മലയാളത്തിൽ പറയുന്നത്. വൂഫിംഗ് കഫ് അല്ലെങ്കിൽ വില്ലൻ ചുമ. അപ്പൊ നമുക്ക് നോക്കാം വൂഫിംഗ് കഫിനെ കുറിച്ച്. ആർക്കെങ്കിലും ഇവിടെ വൂഫിംഗ് കഫ് വന്നിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളത് പറയണം. അങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മുടെ വൂഫിംഗ് കഫിനെ പറയുന്ന മറ്റൊരു പേരാണ് പെർട്യൂസിസ്. വൂഫിംഗ് കഫിന്റെ മറ്റൊരു പേരാണ് പെർട്യൂസിസ്. പറഞ്ഞേ, പെർട്യൂസിസ്.
സോറി പെർട്യൂസിസ് ആണ്. പെർട്യൂസിസ്. ഓക്കെ, എല്ലാവരും എഴുതി വെച്ച് മൂവിംഗ് കഫിന്റെ മറ്റൊരു പേരെന്താണ്? പെർട്യൂസിസ് എന്നാണ്. ഓക്കെ, മൂവിംഗ് കഫ് എന്ന് പറയുന്ന അസുഖം വരുത്തുന്നത് ആരാണ്? റോഡെൽറ്റ PORDETELL പെർട്യൂസിസ് ആണ് മൂവിംഗ് കഫ് വരുത്തുന്നത്. പെർട്യൂസിസ് ടെസ്റ്റിൽ ഇല്ലാത്തതാണ്, സോ നമുക്ക് ആഡ് ഓൺ ആയിട്ട് വേണം ഇത് എഴുതി വെക്കണോട്ട്. നിങ്ങൾ ലെക്ചർ നോട്ടിലോ ഒന്നുകൂടെ പറയോ? റോഡെല്ല പെർട്യൂസിസ്. റോഡെല്ല പെർട്യൂസിസ്. നിങ്ങളത് ആ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പറയണേ. PORDETELL അയ്യോ SSIS ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അവിടെ. മിസ് ഒന്നുകൂടെ പറയാ? ഈ ഇമേജ് കാണാൻ പറ്റുന്നില്ലേ? അയക്കുന്ന മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ടോ? PDF ആണ്. നേരത്തെ കാണാൻ പറ്റിയിരുന്നു, ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട് മിസ്സേ. ഓക്കെ, അത് സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യും. കണ്ടിട്ട് മിസ്സെ കണ്ടിട്ട് പെട്ടെന്ന് മാഞ്ഞു പോയി. മെസ്സേജ് വന്നിട്ട് പെട്ടെന്ന് പോയി. ആ മെസ്സേജ് എന്ന് പറഞ്ഞൊരു ബോക്സ് അവിടെ താഴെ ഇട്ടടാ, അതൊന്ന് ക്ലിക്ക് ചെയ്തേ. കാണാൻ പറ്റിയോ? ഇന്ദുന് കാണാൻ പറ്റിയോ? കാണാൻ പറ്റിയാടാ? ഇല്ല മാം. അതാ നമ്മുടെ ആ പ്രൊഫൈലിന്റെ അവിടെ 3 ഡോട്ട് ഇല്ലേ, അതിൽ ഞെക്കുമ്പോഴത്തേക്കിനും ഇൻ കോൾ മെസ്സേജ് എന്നുള്ളത് ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യണം. ഓക്കെ ഇപ്പൊ കിട്ടി. ഓക്കെ, നമുക്ക് ഈ ഒരു ആയിട്ട് നമുക്ക് അത്രയും പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മളിതിൽ പെർഫെക്റ്റ് ആവും. ഓൺലൈൻ ക്ലാസ്സിന്റെ ഒക്കെ കാര്യത്തിൽ എടുക്കുന്ന മെസ്സേജ് കാണാനൊക്കെ ഈ ഒരു ഡൗട്ട് ഉണ്ടാവില്ല കേട്ടോ. മ്യൂട്ട് ആയിരിക്കും എല്ലാവരും. നമ്മള് പെർട്യൂസിസിന് വേറൊരു പേര് കൂടി പറയാറുണ്ട്, 100 days of cough. എന്താണ് പറയാ? 100 days of cough. പെർട്യൂസിസിന്റെ മറ്റൊരു പേരാണ് 100 days of cough, അല്ലെങ്കിൽ കഫ് ഓഫ് 100 days എന്ന് പറയും. കഫ് ഓഫ്, നമ്മൾ കുറച്ച് പേര് കൂടുതൽ പറയുന്നുണ്ട് 100 days. ഈ അസുഖം, ഈ ചുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ദിവസം വരെ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും? ചുമച്ചോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് 100 days of cough അല്ലെങ്കിൽ കഫ് ഓഫ് 100 days എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ മൂവിംഗ് കഫിന്റെ പേരാണ്, മറ്റൊരു പേരാണ് പെർട്യൂസിസ്. പെർട്യൂസിസ് വരുത്തുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, ഹൈലി കണ്ടീജിനിയസ് ബാക്ടീരിയൽ ഡിസീസ് ആണ് മൂവിംഗ് കഫ്. ഇത് കോസ് ചെയ്യുന്നത് റോഡെൽറ്റ പെർട്യൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഈ ഒരു അസുഖത്തെ, മൂവിംഗ് കഫിനെ, പെർട്യൂസിസിനെ 2 പേര് പറയുന്നുണ്ട്, 100 days of cough ആൻഡ് കഫ് ഓഫ് 100 days. 100 days of cough ആൻഡ് കഫ് ഓഫ് 100 days എന്ന് പറയുന്നുണ്ട്. സാധാരണയായിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ചുമയില്ലേ മരുന്ന് കൊടുത്താൽ മാറും. പക്ഷെ അതിന്റെ ഒരു സ്റ്റേജ് വിട്ട് കഴിഞ്ഞാൽ കുട്ടികളിൽ ചുമച്ച് ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാത്ത പോലൊരു അവസ്ഥ വന്ന് കുഞ്ഞു കുട്ടികളാണ്, ഏജ് ബിലോ 5 years ആണെങ്കിൽ മരണസാധ്യത കൂടുതലാണ്. ഈ ഒരു അസുഖത്തിന് മരണസാധ്യത കൂടുതലാണ്. ഓക്കെ, ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കുട്ടികൾ ചുമയ്ക്കുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആവും. നമ്മളിപ്പോ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയാ, അത്രയും കുട്ടികൾ ഉണ്ടാവും, തിങ്ങിയിട്ടായിരിക്കും. ഒരു കുട്ടിക്ക് മൂവിംഗ് കഫ് ഉണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് ആ അസുഖം സ്പ്രെഡ് ചെയ്യാൻ ഈസിലി സ്പ്രെഡ് ചെയ്യും. കാരണം ഈ ഡ്രോപ്ലെറ്റ്സ് വഴി, ഇൻഫെക്റ്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്നുള്ള ഡ്രോപ്ലെറ്റ്സ്, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. സോ നമുക്കൊരു സംശയം ഉണ്ട്, ആ കുട്ടിക്ക് മൂവിംഗ് കഫ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു കുട്ടീനെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് മാറ്റാം. ആ കുട്ടീനെ തനിച്ച് ഐസൊലേറ്റ് ചെയ്തിട്ട് പാരന്റ്സിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കുട്ടിക്ക് ചുമ നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്,
വൂഫിംഗ് കഫ് ആണോ എന്നൊരു സംശയമുണ്ട്, ഡോക്ടറിനൊന്ന് കാണിക്കാൻ പറയാം. സോ നമ്മള് അത് ഇൻഫോം ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് പെർട്യൂസിസിന് എടുക്കുന്ന വാക്സിൻ അറിയോ നിങ്ങൾക്ക് എന്താണ്? പെർട്യൂസിക്സിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വാക്സിൻ അറിയോ? അതിപ്പോ മാറ്റിയിട്ടുണ്ട്, അതറിഞ്ഞോ? ഇല്ല. പെൻഡാവാലന്റ് എന്ന് പറഞ്ഞ 5 വാക്സിൻസിന്റെ ഒരുമിച്ചാണ്, 5 വാക്സിൻസിലാണ് ഇപ്പൊ നമ്മൾ പെർട്യൂസിസിന്റെ വാക്സിൻ എടുക്കുന്നത് കേട്ടോ. ഡെറ്റ എന്ന് പറയുന്ന വാക്സിൻ മാറ്റി ഇപ്പൊ പെൻഡാവാലന്റ് എന്ന് പറയുന്ന വാക്സിൻ ആണ് ഇപ്പൊ പുതിയത് നമ്മളുടെ കേരളത്തില് കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിന്റെ പേര്. പെൻഡാവാലന്റിൽ ഒരു വാക്സിൻ ആണ് പെർട്യൂസിസിന് വേണ്ടി കൊടുക്കുന്നത്. മുമ്പ് എന്താ പറയാ ഡെപ്റ്റ് ആയിരുന്നു, ഡിഫ്തീരിയ പെർട്യൂസിസ് ടെറ്റനസിന് വേണ്ടിയിട്ടൊരു 6 വീക്സിലും 14 വീക്സിലും ഓരോ ഡോസ് അങ്ങനെ കൊടുക്കായിരുന്നു. പക്ഷെ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്, നിങ്ങള് മ്യൂൺ സിസ്റ്റമിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വൂഫിംഗ് കഫിന്റെ കാര്യമാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? കുട്ടികളിൽ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചെറിയ ചുമയാണെങ്കിലും ചുമയല്ലേ, നമ്മൾ മുതിർന്നവരിൽ കാണുമ്പോൾ ചുമയാണ്, അത് കുഴപ്പമില്ല മരുന്ന് കഴിച്ചാൽ മാറും എന്നും പറഞ്ഞിട്ട് വിടുന്ന പോലെ കുട്ടികളിൽ അങ്ങനെ നിസ്സാരമായിട്ട് വിടരുത്. ചെറിയ ചുമയാണെങ്കിൽ പോലും അത് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കണം പാരന്റ്സ് എന്ന നിലയിൽ. പക്ഷെ ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു കുട്ടിയുടെ ഹെൽത്തും നമ്മുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ ഹെൽത്തും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യണം, മറ്റു കുട്ടികൾക്ക് അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ഇന്നെടുത്ത ഫസ്റ്റ് അസുഖത്തിന്റെ പേര് വൂഫിംഗ് കഫ് എന്നാണ്. വൂഫിംഗ് കഫിന്റെ മറ്റൊരു പേര് ഇന്ദു, പറഞ്ഞേ. ഇന്ദു, വൂഫിംഗ് കഫിന്റെ മറ്റൊരു പേര് പറഞ്ഞേ. 3 പേര്. 100 days of cuffs. ഓക്കെ, എളുപ്പമുള്ള പേരാ പറഞ്ഞു. കഫ് ഓഫ് 100 days അല്ലെങ്കിൽ 100 days of കഫ് എന്ന് പറയും. അല്ലാതെ വേറൊരു പേരും കൂടി പറയുന്നുണ്ടല്ലോ, അതാരാ പറയുന്നേ? പെർട്യൂസിസ്. ഓക്കെ, പെർട്യൂസിസ് പറയുന്നുണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ് പെർട്യൂസിസ് വൂഫിംഗ് കഫ് സ്പ്രെഡ് ചെയ്യുന്നത്? ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഓക്കെ, കറക്റ്റ്. ഏത് ബാക്ടീരിയ ആണ് വൂഫിംഗ് കഫ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? വായുവിൽ കൂടെ ചുമയ്ക്കണ സമയത്ത് വായുവിൽ കൂടെ സ്പ്രെഡ് ചെയ്യും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നമ്മൾ വായിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് എന്ത്? വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. It affects the children below 5 years of age. ഇത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അഫക്ട് ചെയ്യുന്നത്. നോൺ സ്റ്റോപ്പ് കഫ് കോസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. എന്ത് ചെയ്യുന്നു? 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും മുതിർന്നവർക്ക് വന്നാൽ അത്രയും പ്രശ്നമില്ലാന്നേ ഉള്ളൂ. നമുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചുമ വന്നിട്ട് 100 ദിവസമൊക്കെ മാറാതെ ആ ചുമച്ചുകൊണ്ട് തന്നെ ഇരുന്നിട്ടൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോ വൂഫിംഗ് കഫ് ആയിരിക്കാം. അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? 100 ദിവസം വരെയൊക്കെ ചുമ മാറാണ്ട് ആർക്കും വന്നിട്ടില്ല? ഇപ്പൊ ഒരു ചുമ. ഓക്കെ, എനിക്ക് അങ്ങനെ വരാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ. എന്ന് വെച്ചാല് ചുമ വന്നു കഴിഞ്ഞാൽ എനിക്ക് മാറില്ല. ചുമച്ച് എല്ലാവരെയും പേടിപ്പിക്കും. ഭയങ്കര സൗണ്ടില് ചുമക്കുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ചുമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും എന്താണ് ഭയങ്കരമായിട്ടത് ഇതാണ്. പക്ഷെ വൂഫിംഗ് കഫ് അല്ല. ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി അല്ല. ഓക്കെ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ട് അതെന്താ അത് ഇതന്നെയാണോ? അവരങ്ങനെ അവരുടെ വിശ്വാസമാണോ അത് അറിയണില്ല. ആ ഈ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിരുന്നു 90 ദിവസം കുറയ്ക്കും, 90 കൊരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിരുന്നു. അത് പക്ഷെ ഇപ്പൊ നമ്മള് 100 പറയണത് അവര് 90 എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, സെയിം ആണത്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെ പറയുമായിരുന്നു. പറയാറ്. വരുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള കഫ് ഉണ്ടാവും. കോസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആൻഡ് വീക്ക്.
നമുക്ക് ശ്വസിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഡിഫിക്കൽറ്റി വരും, ഭയങ്കരമായിട്ട് നമ്മളെ വീക്ക് ആക്കും. വോമിറ്റിംഗ് മേ ബി ഒക്കേഴ്സ്, നമുക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. ഇറ്റ് ഈസ് വെരി ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ മറ്റു കുട്ടികൾക്ക് പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. ആൻഡ് ദ ചൈൽഡ് ഈസ് ഷെഡ്യൂൾഡ്, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം, ഫസ്റ്റ് ചെയ്യുന്നത് ഒറ്റപ്പെടുത്തണം എന്നാണ് അവിടെ പറയുന്നത്. മറ്റു കുട്ടികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തണം. വില്ലൻ ചുമ എന്ന് പറയുന്നുണ്ട്. പിന്നെ വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിൻ എടുത്തവരില് 80% നമുക്ക് എന്താണ് ഇത് വരുന്നില്ല, അല്ലെങ്കിൽ വന്നാലും അതിന് സൈഡ് എഫക്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് കൂഫി കഫ് ആണ്. ഇനി പറയാൻ പോകുന്ന അസുഖത്തിന്റെ പേരാണ് ഡിഫ്തീരിയ. മിസ് എടുത്തോ? അശ്വതി മിസ് എടുത്തോ ഡിഫ്തീരിയനെ കുറിച്ച്? ഓക്കെ, ഞാൻ ആദ്യം എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. എന്നാലും നമുക്ക് ഡിഫ്തീരിയനെ കുറിച്ച് നോക്കാം. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. നമ്മുടെ തോട്ട് വിൻ പൈപ്പിനെയാണ് മെയിൻ ആയിട്ട് ബാധിക്കുന്നത്. ഈ ഇമേജിൽ കാണുന്ന പോലെ ഒരു വെള്ള കളറിലെ പാട നമ്മുടെ തോട്ട് വിൻ പൈപ്പ് കത്തിയ ആ ഒരു ഏരിയയിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങും. വൈറ്റ് കളറിൽ ഒരു പാട ഗ്രോ ചെയ്യും. അത് ഗ്രോ ചെയ്ത് അത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ബോഡിയിൽ ഫുള്ളും സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻ. ഡിഫ്തീരിയന ഒരു 1950-ലൊക്കെ കില്ലർ ഡിസീസ് എന്ന് കൂടി പറയുമായിരുന്നു. കാരണം ഡിഫ്തീരിയക്ക് ട്രീറ്റ്മെന്റ് അന്ന് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തെ അന്ന് പറഞ്ഞിരുന്ന പേരാണ് കില്ലർ ഡിസീസ്. വന്നു കഴിഞ്ഞാൽ അത് മാറില്ല. സോ കില്ലർ ഡിസീസ് ആണ്, മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം. നമ്മുടെ തോട്ട് വിൻ പൈപ്പ്, നമ്മൾ ഈ ഒരു തോട്ട് വിൻ പൈപ്പിനെയും അതേപോലെ ട്രക്കിനെയാണ് മെയിൻ ആയിട്ട് ബാധിക്കുന്നത്. സോ നമ്മള് കുട്ടികൾക്ക് തൊണ്ടവേദനയാണ്. കുട്ടികളൊക്കെ തൊണ്ടവേദന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വായൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ടോർച്ച് വെച്ച് നോക്കാം. നമ്മൾ ഇതേപോലത്തെ വൈറ്റ് കളറിൽ എന്തെങ്കിലും പാടെ അങ്ങനെ എന്തെങ്കിലും അവിടെ ഇട്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ശരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ബിലോ 2 ഇയേഴ്സ് ആണെങ്കിൽ ഒരു 20% ഡെത്ത് റേറ്റ് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ 20% ഓഫ് കുട്ടികൾ, 100-ൽ 20% കുട്ടികൾക്ക് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് നേരത്തെ കണ്ടെത്തി ഈ ഒരു വൈറ്റ്പാട കണ്ടെത്തി ആന്റിബയോട്ടിക് എടുക്കുകയാണ്, ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റും. ഡിഫ്തീരിയ സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് ഡിഫ്തീരിയ എന്നാണ് പറയുന്നത്. മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് രണ്ട് ഭാഗത്തും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ഡിഫ്തീരിയ, ഓക്കെ, ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് പറയുന്നത്. വൈറ്റ് കളറിൽ ഇതേപോലത്തെ വെള്ളപ്പാടയാണ് വായിൽ വരുന്നത്. അപ്പോ നമ്മള് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഈ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴി സ്പ്രെഡ് ആകും. നല്ലൊരു തോട്ട് പെയിൻ ഉണ്ടാകും. വൈറ്റ് കളറിലെ പാട പതുക്കെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്, സൈസ് കൂടി വരും. പിന്നെ ഡിഫിക്കൽട്ടി ടു ബ്രീത്ത്, നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. Sometimes it will spread to all the parts of the body. നമ്മുടെ ആ ഒരു പാടയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയുടെ ഭൂരിഭാഗം പാർട്സിലേക്കും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് ചെക്ക് ചെയ്യണം. മേ കോസ് ടു ഡെത്ത്. നമ്മളത് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ, നേരത്തെ മുൻകൂട്ടി കണ്ടെത്തി ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ഡിഫ്തീരിയനെ എന്ത് പറയുന്നത്, കില്ലർ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്തീരിയ മനസ്സിലായോ? ചോദിക്കട്ടെ ഡിഫ്തീരിയനെ കുറിച്ചിട്ട്. ഡിഫ്തീരിയ എന്ന് പറയുന്ന ഏത് ടൈപ്പ് ഇൻഫെക്ഷൻ ആണ്? ബാക്ടീരിയ. ഡിഫ്തീരിയ സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ഈ ഡിഫ്തീരിയ ഡിസീസ് ഏത് പാർട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നത്? ഏതൊക്കെ പാർട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നത്?
ത്രോട്ട് വിൻ പൈപ്പും ട്രക്കി. നമുക്ക് റീഡ് ചെയ്യാം കേട്ടോ. ടെസ്റ്റിലേക്ക് വരാം. This disease of this is a disease of throat windpipe and trachea. Throat windpipeലും ട്രക്കിയിലും വരുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ. The symptoms are high temperature. ഇതിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത് നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. എ മെംബ്രെയിൻ ഡെവലപ്പ് ഇൻ ദ തോട്ട്. ഒരു മെംബ്രെയിൻ വൈറ്റ് കളറുള്ള പാട ഞാൻ ഇമേജിൽ കാണിച്ചില്ലേ, നിങ്ങളപ്പോ കണ്ടല്ലോ, അതേപോലെ ഒരു പാടയാണ് സഭയിൽ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. If medical aid is not given within a short period, the child may die of cough. നമ്മൾ ട്രീറ്റ്മെന്റ് മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് കുട്ടി ശ്വാസം മുട്ടി മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് അഫക്ട് അതർ ചിൽഡ്രൻസ് ഈസിലി. കാരണം ഈ ഡ്രോപ്ലെറ്റ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റു കുട്ടികളിൽ പെട്ടെന്ന് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഡിഫ്തീരിയ. പിന്നെ വേറൊരു പേര് പറയുന്നത് കില്ലർ ഡിസീസ് എന്ന് കൂടിയാണ് കേട്ടോ. ഡിഫ്തീരിയന്റെ മറ്റൊരു നെയിമാണ് എന്ത്, കില്ലർ ഡിസീസ്. ഓക്കെ. ടെറ്റനസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ടെറ്റനസിനെ കുറിച്ച് പറയുന്നേക്കാൾ മുമ്പ് എന്റെ വീടിന്റെ അടുത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. കൊറോണയുടെ സമയത്ത് നടന്നൊരു ഇൻസിഡന്റ് ആണ് ഞാൻ പറയാം. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പാലൊക്കെ കൊണ്ടുതന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമുക്ക് ആരെയും കാണുന്നൊന്നുമില്ലല്ലോ. അപ്പോ ആ ചേട്ടനെയും കാണുന്നുണ്ടായിരുന്നില്ല. കോവിഡ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ ലോക്ക്ഡൌൺ, രണ്ടാമത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് നമ്മള് പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് ഞാൻ ആ ചേട്ടനെ കണ്ടു. പക്ഷേ ആ ചേട്ടന്റെ ഒരു കാല് മുറിച്ചിട്ടുണ്ടായിരുന്നു, മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അത് ഇൻഫെക്റ്റഡ് ആയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാണ്, കാരണം മുമ്പ് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു, എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, എന്റെ മോളെ ഞാൻ തൊഴുത്ത് ക്ലീൻ ചെയ്തപ്പോ ഒരു ചെറിയൊരു കുപ്പിച്ചില് കയറിയത്, ഏറ്റവും ചെറിയൊരു നിസ്സാരം ചെറിയൊരു മുറിവായിരുന്നത്. ഞാൻ ആ കുപ്പിച്ചിലെടുത്ത് കളഞ്ഞ് ഞാൻ എന്റെ പണി നോക്കി നിന്നെന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അപ്പൊ ആ ചേട്ടനോട് എന്താ ചോദിച്ചു, ടീറ്റി എടുത്തില്ലേന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ തന്നെ ചോദിച്ചുകൂട്ടാ, ടീറ്റി എടുത്തില്ലേ? ഇല്ല മോളെ, ഞാൻ കൊറോണ അല്ലേ അവിടെ ഹോസ്പിറ്റലിൽ, അപ്പൊ കൊറോണ പേടിച്ചിട്ട് ടീറ്റി എടുക്കാൻ പോയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ ടീറ്റി എടുക്കാൻ പോവാതെ, ടീറ്റി എടുക്കാറുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ടീറ്റി എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഗതി വരലുണ്ടായിരുന്നു. കാരണം ആ ഒരു ഇൻഫെക്ഷൻ കാലകടയുടെ സ്പ്രെഡ് ആയി മുകളിലോട്ട് കയറിയത്. കാരണം നമ്മൾ ഈ പറയുന്ന ടെറ്റനസിന്റെ വൈറസ് എവിടെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗ ഡങ്ങിലും ഹോസ് ഡങ്ങിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്ന് വെച്ചാല് ചാണകം ഉണ്ടല്ലോ, അതിലുണ്ട് ഈ ബാക്ടീരിയ. എന്തുണ്ട്, ടെറ്റനസിന്റെ ബാക്ടീരിയ എന്തുണ്ട്, കൗ ഡങ്ങിലും ഹോസ് ഡങ്ങിലൊക്കെ കൂടുതലായിട്ടുണ്ട്. സോ ഇത് ചെറിയൊരു മുറിവിലൂടെ പോലും നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കയറാനും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് ബാധിക്കാനും. മസിൽ സ്പാം ഒക്കെയാണ് ഫസ്റ്റ് വരുന്ന ഡിഫിക്കൽട്ടീസ്. നമുക്ക് മസിൽക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറെ സിംറ്റംസ് ആണ് വരുന്നത്. അങ്ങനെ ഡിഫിക്കൽട്ടീസ് വരും. അഡ്വാൻസ്ഡ് കണ്ടീഷനിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരും. സോ ഈ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത് കൗണ്ടങ്ങിലും ഹോസ്റ്റങ്ങിലാണ്, അത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നടന്ന ഒരു കാര്യം പറയാൻ കാരണം, ഈ ചേട്ടൻ അന്ന് തന്നെ ആ മുറിവ് അല്ലെങ്കിൽ ആ കുരിശിൽ കയറിയപ്പോ അത് ക്ലീൻ ചെയ്തിട്ട് ടീറ്റി എടുത്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ ചേട്ടനെ കാല് മുറിച്ച് കളയേണ്ട വരില്ല. നമ്മുടെ മക്കളില്ലേ ഈ ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കാറില്ലേ, നമ്മുടെ മക്കൾ തന്നെ ആലോചിക്കുക, കുട്ടികള് ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കാറില്ലേ, ഉണ്ട്, പറമ്പിലൊക്കെ പോവാറുണ്ട്. അല്ലെങ്കിൽ സ്കൂളുകളാവട്ടെ അവിടെ അവര് ചെരുപ്പ് കൂടിയിട്ട് ചിലപ്പോൾ കളിക്കാറൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കാലിന് ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ലേ? ഉണ്ട് മാഡം. ഇപ്പൊ അടുത്ത് ന്യൂസിൽ കണ്ടിരുന്നില്ലേ, ഒരാള് പച്ചക്കറി കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ മീൻ പിടിക്കാൻ വറ്റിക്കുമ്പോ കടു എന്ന് പറയുന്ന മീനാണ് അയാളുടെ കയ്യിൽ കടിച്ചത്. കടു എന്ന് പറയുന്ന മീൻ കടിച്ച് നല്ല തരിപ്പായിരിക്കും അത്ര. അപ്പൊ നേരത്തോട് നേരം കഴിഞ്ഞാൽ മാറും എന്ന് വിചാരിച്ചു. പക്ഷെ അയാളുടെ കൈപ്പത്തി മുറിച്ച് കളയേണ്ടി വന്നു. ഇതേപോലെ ഒരു രോഗാണു കയറി കൈപ്പത്തി, വേറെ ഒരു ചികിത്സയും ചെയ്യാൻ പറ്റില്ല, കൈപ്പത്തി മുറിച്ച് കളയണം. നല്ലോണം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഒരു 1 വീക്ക് മുന്നേ. ഞാനത് കണ്ടുകൂടാ, ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ മുറിവിലൂടെ പോലും ഈ അണുക്കൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക് കയറുകയും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. ടെറ്റനസിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു, നിങ്ങളവിടെ പഠിച്ചാണല്ലോ. ടെറ്റനസിന്റെ മറ്റൊരു പേര്
കുതിരസന്നി എന്ന് പറയും. കുതിരസന്നി. അതന്നെ മലയാളത്തിൽ എന്താ പറയുന്നത്? ഓക്കെ. ടെറ്റനസ് ഏത് ബാക്ടീരിയ ആണ് ടെറ്റനസ് സ്പ്രെഡ് ചെയ്യുന്നത്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. എല്ലാവർക്കും അറിയാലോ, ടൈപ്പ് ചെയ്യണ്ടല്ലോ. ടെറ്റനി എന്ന് പറയും, ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നും പറയാറുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം എന്റെ ഒരു സമാധാനത്തിന്. ഓക്കെ, ഓക്കെ, ടെറ്റനി കേട്ടോ. ഇനി ലോക്ജോ എന്ന് പറയും. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ഫസ്റ്റ് സിംറ്റം ആണ്. പിന്നെ പെയിൻഫുൾ ഉണ്ടാവും, നമ്മുടെ മസിൽസ് ഒക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും, നല്ല ഹെഡ് ഏക്ക് ഉണ്ടാവും, നല്ല ഫീവർ, പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിലും റെസ്പിറേഷനിലും നല്ലൊരു വേരിയേഷൻ ചേഞ്ച് ചെയ്യാറുണ്ട്. നമ്മുടെ TT എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? TT ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് കൊടുക്കുന്ന വാക്സിൻ, കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന വാക്സിൻ ആണ് അല്ലെ TT? 3 months 4 months 6 weeks. ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞുള്ളപ്പോ തുടങ്ങി ആ കുട്ടിക്ക് പ്രതിരോധ കുത്തിവെപ്പ്, ടെറ്റനസിനെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പ് നമ്മൾ കൊടുക്കാറുണ്ട്. എപ്പോഴാണ്? 3 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ഡോസ് കൊടുക്കും ഇല്ലേ? അമ്മമാരായവർക്ക് അറിയാൻ പറ്റും, TT എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിച്ചതാണ് നമുക്ക് വേണ്ടിയിട്ട് TT എടുത്തതെന്ന്. അല്ലാട്ടാ, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന TT ആണ്. അവർക്ക് പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ട്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ആദ്യം 3 മാസത്തിനുള്ളിൽ നമ്മൾ TT എടുക്കും. ബൂസ്റ്റർ ഡോസ് 5 മാസത്തിനുള്ളിൽ എടുക്കും. അത് കഴിഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മൾ എന്തെടുക്കുന്നുണ്ട്? ഈ TT എടുക്കുന്നുണ്ട്. ഓക്കെ, 1.5 months ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഹാഫ് മന്ത്സിൽ സെക്കൻഡ് ഡോസ്, പിന്നെ ഞാൻ പറയട്ടെ, പെന്റാവാലന്റിലാണോ എടുക്കുന്നത്? 1.5 months ഇപ്പൊ പെന്റാവാലന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡോസ് 1.5 മാസത്തിൽ എടുക്കുന്നുണ്ട്. ദെൻ പെന്റാവാലന്റില് സെക്കൻഡ് ഡോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3.5 മാസത്തിൽ എടുക്കുന്നുണ്ട്. 3 പ്രാവശ്യമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇത്രയും നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടി? TT എടുക്കുന്നുണ്ട്. പെന്റാവാലന്റിൽ ഇൻക്ലൂഡഡ് ആണ് ടെറ്റനസ് വാക്സിൻ. എന്തൊക്കെയാണ് പെന്റാവാലന്റ്, ഡിഫ്തീരിയ, പെർtussis, ടെറ്റനസ്, 5 വാക്സിൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ പഠിച്ചില്ലേ അത്? അപ്പോ നമുക്ക് ഈ ടെറ്റനസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിച്ചതിന് ശേഷം 3 ഡോസ് നമ്മൾ എടുക്കുന്നുണ്ട് ടെറ്റനസിന്. അപ്പോ സാധാരണ നമ്മൾ എന്ത് പ്രിവെൻഷൻ ആണ് എടുക്കേണ്ടത്? ടെറ്റനസ് വരാതിരിക്കാൻ വേണ്ടി എന്ത് സ്റ്റെപ്പ്, എന്ത് പ്രിവെൻഷൻ എടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ മുറിവ് കുട്ടികളുടെ കാലുമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കാം. കാലുമയോ കയ്യുമേലോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് എന്റെ അഭിപ്രായത്തിൽ കാലുമയാണ് മുറിവെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കാം. ക്വിക്ലി വാഷ് ആൻഡ് കെയർ ഫോർ ദ ബ്രേക്ക് ഇൻ സ്കിൻ. നമ്മൾ ആ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുക? സോപ്പ് ഉപയോഗിച്ച്, വാട്ടർ ഉപയോഗിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? മുറിവ് ബാൻഡേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ടെറ്റനസ് എന്ന് പറയുന്ന ടെറ്റനസിന്റെ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക്, കുട്ടിയുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും പ്രിക്കോഷൻസ് എടുക്കുന്നത്. ദ ജേം എൻ്റർ ദ ബോഡി ത്രൂ ഇഞ്ചറീസ്. ഈ ജേം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്? ഇഞ്ചറീസ് വഴിയാണ്. ഇറ്റ് ആക്ട്സ് ഓൺ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് ഫസ്റ്റ് ബാധിക്കുന്നത്. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ഈസ് ദ പ്രൈമറി സിംപ്റ്റം ഓഫ് ദിസ് ഡിസീസ്. ഈ ഒരു അസുഖത്തിന്റെ പ്രൈമറി സിംപ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ആണ്. ഞാൻ ടെറ്റനസിന്റെ ഇമേജ് കിട്ടുമോന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. നോക്കട്ടെ കേട്ടോ, ഇമേജ് കാണിക്കാന്ന് വെച്ചാൽ ഇൻഡിഫറൻസ് ഒക്കെ മസിൽസ് ഒക്കെ ഒന്നും കറക്റ്റ് ഇടയുണ്ടോ? ടെറ്റനസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ആയിരിക്കും. ഒട്ടും ചെയ്യാൻ പറ്റില്ല. ചെറിയ മുറിവിലൂടെ അത് നമ്മുടെ സ്പ്രെഡ് ആവും കണ്ടോ. അപ്പോ മെയിൻ ആയിട്ട് ഇങ്ങനെയാ പറ്റുന്നത്, ഇൻഡിഫറൻസ് ഇൻ മസിൽസ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. മസിൽ സ്പാൻ, ആ മസിൽസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? അതേപോലെ വരും.
സ്പിന്നിങ് ഡിഫിക്കൽട്ടീസ്, അത് നമുക്ക് അനക്കാനും അതേപോലെ മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടീസ് വരും. when the patient will not able to breathe in advanced condition, അത് കൂടി കഴിഞ്ഞാൽ അഡ്വാൻസ് കണ്ടീഷനിൽ കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരും. The bacteria that cause this disease grow in cow dung and horse dung. നമ്മൾ പറഞ്ഞു cow dung horse dung ആണ് ഇത് ഗ്രോ ചെയ്യുന്നത്. ഈവൻ സ്മോൾ wound, ചെറിയൊരു മുറിവാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അതിലൂടെ ആ ഒരു ചെറിയ മുറിവിലൂടെ പോലും ടെറ്റനസ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആകുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കണം. ഈ കുട്ടികളുടെ കാലിൽ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും കളിക്കാൻ വിടരുത്. നമ്മൾ ക്ലാസ് ടീച്ചറൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് കാലുമോ മുറിവുണ്ടെന്ന് നോട്ടീസ് ചെയ്താൽ അവനൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്? കളിക്കാനോ പ്ലേ ടൈമിലോ എന്തായാലും കുറച്ചേക്ക് അലോ ചെയ്യരുത്. നല്ല രീതിയിൽ അത് ബാൻഡേജ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. ഇനി നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് പോളിയോ തുള്ളിമരുന്ന് അല്ലെ? ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്ന പോളിയോ ഡേ ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈ പോളിയോ എന്ന് പറയുന്ന അസുഖം നമ്മുടെ കേരളത്തില് കേരളമല്ല, ഇന്ത്യ ഒരു പോളിയോ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് WHO. അത് എന്നാണ്, ഏത് വർഷമാണെന്നൊക്കെ അറിയോ? ഇല്ലാലെ, ഒന്ന് ഡിസ്കസ് ചെയ്യാം. കേരളത്തിൽ 2000-ന് ശേഷം ഇതുവരെ പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തില്ല. നോട്ട് ചെയ്യണം, 2000-ന് ശേഷം 24 വർഷം മുമ്പാണ് കാര്യം പറയുന്നത്. 2000-ന് ശേഷം പോളിയോ എന്ന് പറയുന്ന അസുഖം കേരളത്തിൽ വന്നിട്ടില്ല. ഇന്ത്യയില് 2011-ന് ശേഷം പോളിയോ രോഗം എന്ത് ചെയ്തിട്ടില്ല? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2014 മാർച്ചില് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. നമ്മുടെ സ്വന്തം ഇന്ത്യയെ എന്ത് ചെയ്തു? പോളിയോ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് നമ്മൾ പോളിയോ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ? അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഈ പോളിയോ രോഗം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ രോഗസാധ്യത ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് കുട്ടികളിൽ ഇന്നും നമ്മൾ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നത്. ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ആണ്. അതേപോലെ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ മുഖേനയും, ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് തുള്ളിമരുന്ന് മുഖേനയുമാണ് കുട്ടികളിൽ പോളിയോ എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പോളിയോനെ മലയാളത്തിൽ നമ്മൾ പറയുന്ന പേരെന്താണ്? പിള്ളവാതം എന്നാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടുണ്ടോ പിള്ളവാതം? കേട്ടിട്ടുണ്ടാവും. ഇതിന് പോളിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ടീസ്, നമ്മുടെ ബോഡിക്ക് ഡിഫിക്കൽട്ടീസ് സംഭവിക്കും. നമുക്ക് ഭാഗികമായിട്ട് തളർന്നു പോകും. ചിലപ്പോൾ പാരലൈസ്, ഫുൾ ബോഡി പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡിഫിക്കൽട്ടീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. പോളിയോ വൈറസിന് അല്ലെങ്കിൽ പോളിയോ അസുഖത്തിന് ഇപ്പോഴും നിലവിൽ ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റി വന്നു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. സോ പോളിയോ വന്നു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. നമുക്ക് പിന്നെ ഒരു ആശ്വാസത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഫിസിയോതെറാപ്പി മാത്രമാണ്. നമുക്ക് ആ ഒരു ഭാഗികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തളർച്ച വന്നിരിക്കുന്ന ഭാഗം ഫിസിയോതെറാപ്പി പിന്നെ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്, നോട്ട് ആക്ച്വൽ ട്രീറ്റ്മെന്റ്. മെഡിസിൻസ് ഒന്നും നമ്മൾ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? കണ്ടുപിടിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. എന്താണ് പോളിയോ എന്ന് പറയുന്ന അസുഖം വരാനുള്ള കാരണം? ഏത് വൈറസ് ആണ് പോളിയോ വരുത്തുന്നത്? പോളിയോ വൈറസ് അല്ല, ഏത് വൈറസ് ആണ് പോളിയോ എന്ന് പറയുന്ന അസുഖം വരുത്തുന്നത്? പോളിയോ വൈറസ്. പോളിയോ ഫുൾ പേരില്ലേ? ഫുൾ നെയിം പോളിയോമിലൈറ്റിസ് അങ്ങനെ പറയണം കേട്ടോ. പോളിയോമിലൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഫീവർ ആണ് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്. നമ്മുടെ പോളിയോമൈലൈറ്റിസ് ആ രോഗത്തിന്റെ പേരല്ലേ? ഫുൾ നെയിം വൈറസ് അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. വൈറസിന്റെ നെയിം ആണോ? അല്ല, രണ്ടും സെയിം. പോളിയോമൈലൈറ്റിസ് അതേപോലെ തന്നെ പോളിയോ വൈറസ് എന്നും പറയാറുണ്ട് കേട്ടാ. ഫുള്ളായിട്ട് ചിലപ്പോ ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ ഓപ്ഷനിൽ ചിലപ്പോൾ പോളിയോമിലൈറ്റിസ് മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു വരുന്നതിലോ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം.
എങ്ങനെയാണെന്ന് 2 ക്വസ്റ്റ്യൻ ഞാൻ അതേപോലെ കണ്ടു. അത് എങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടാ. ചോദിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, PSCക്കൊക്കെ പഠിക്കുമ്പോ പോളിയോ മെലിറ്റിസ് എന്നുള്ള അങ്ങനെയാണ് പഠിക്കുന്നത് അല്ലേ? തീരിയാണ്. ഓക്കേടാ, അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചോ കേട്ടോ. വീക്ക്നെസ് ഓഫ് ലിംസ്, നമ്മുടെ പേശികളിൽ വീക്ക്നെസ് ആണ് ഫസ്റ്റ് വരുന്ന സിംറ്റം. ചിലപ്പോ നമ്മുടെ ഹോൾ ബോഡി മൊത്തം ശരീരം പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മൊത്തം ശരീരം എന്തായ ചാൻസ് ഉണ്ട്? പാരലൈസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഭാഗികമായിട്ടായിരിക്കും പാരലൈസ് ആവുന്നത്. ചിലപ്പോ എന്താണ്, മൊത്തം ശരീരം പാരലൈസ് ആയി പോകും. പോളിയോന്റെ പോളിയോ വന്ന ആൾക്കാരെ കുറച്ച് ഇമേജസ് കാണിക്കാം. ഒരുപാട് നാള് മുമ്പത്തെ ഇമേജസ് ആയിരിക്കും. കാരണം കണ്ടോ, ഈ വ്യക്തിക്ക് പോളിയോ ബാധിച്ചതാണ്. കണ്ടാ കാലിന്റെ നിങ്ങൾ നോക്ക്, കാലിന്റെ ലിംസ് നോക്കി, അതിനെ കുറച്ച് ഇത് ഭാഗികമായിട്ട് ചിലവർക്ക് വരാറുണ്ട്. ചിലവരില് ഹോൾ ബോഡി പാരലൈസ് ആയി പോവാറുണ്ട്. അത് നമ്മള് പോളിയോ, അത് ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കും. പോളിയോ എന്ന് പറഞ്ഞപ്പോ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്ന ഇമേജ് വന്നത് ചിലവരിലും പറയാട്ടോ, കാണിച്ചതാവേ. കണ്ടോ, ഇതേപോലെ നമ്മുടെ ലിപ്സിനൊക്കെയാണ് കൂടുതലായിട്ട് അത് ബാധിക്കുന്നത് പോളിയോ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ. സോ ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാല് ക്യൂർ ചെയ്യാനായിട്ട് മെഡിസിൻസ് അവൈലബിൾ അല്ല. പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി മാത്രമാണ്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ഡിഫക്ട്സ് വരാണ്, ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ലൈഫ് ലോങ് ആ ഒരു അസുഖം ഇതാവും. പോളിയോ എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റിലേക്ക് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. ഫീവർ is the first sign followed by the weakness of limbs. നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ്, നമ്മുടെ ലിംസിന്റെ വീക്ക്നെസ് ആണ് ഫസ്റ്റ് വരുന്നത്. സംടൈം പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. ചില സമയങ്ങളിൽ ഫുൾ ബോഡി നമുക്ക് പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദ ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തുമാത്രമാണ്? ഫിസിയോതെറാപ്പി മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്. ദ ഡിഫക്ട് മേ ബി പെർമനന്റ്. നമുക്ക് വരുന്ന ഡിഫക്റ്റ്, ആ വ്യക്തിക്ക് വരുന്ന ഡിഫക്റ്റ് എന്തായിരിക്കും? പെർമനന്റ് ആയിരിക്കും കേട്ടോ. വെച്ചാല് അങ്ങനൊരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാല് നമുക്ക് മാറില്ല. നമ്മുടെ ലൈഫ് ലോങ് ആ ഒരു അസുഖം നമ്മുടെ നമ്മുടെ ബോഡിയിൽ ഫുള്ള് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പോളിയോ മിലൈറ്റിസ് രണ്ടും പറയാറുണ്ട് കേട്ടോ. അവ 2 പേരും പറയാറുണ്ട്. ഋതുലല്ലേ ഡൗട്ട് ചോദിച്ചത്? അതെ മാം, പോളിയോ മൈലൈറ്റിസ് എന്നുള്ള ലാസ്റ്റ് IAS ഉണ്ടെങ്കിൽ അത് രോഗത്തിന്റെ പേരായിട്ടാണ് ഒരു ഓർമ്മയുള്ളത്. അപ്പൊ പോളിയോ അല്ലെങ്കിൽ പോളിയോ മൈലൈറ്റിസ് രോഗമായിരിക്കും, പോളിയോ വൈറസ് അതിന്റെ വൈറസ് ആയിരിക്കും. പോളിയോ വൈറസ് എന്ന് പറയുന്നുണ്ട്, പോളിയോ മൈലൈറ്റിസ് പറയുന്നുണ്ട്. ഓക്കെ, അത് പറയുന്നത് കോമൺലി യൂസ്ഡ് ആണ്. അത് 2 ഓപ്ഷൻ നോക്കുക, ചെക്ക് ചെയ്യുക, ഏതാണോ നോക്കിയിട്ട് ചെയ്യാം. കാരണം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ മാം. ഒരു ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോ ഇന്ന് ഞാൻ ഇത്രയും അസുഖങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ അതൊന്ന് റീഡ് ചെയ്യുക. മൂവിംഗ് കപ്പ്, ദെൻ നോട്ട്സ് നോക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇനി ആരെങ്കിലും ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്നും ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. ലെക്ചർ നോട്ട്സ് പറയുമ്പോൾ തന്നെ എഴുതിയെടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന ചില പോയിന്റുകളിലായിരിക്കും നമ്മള് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില പോയിന്റിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? അതായിരുന്നല്ലോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. ആരാ സൈൻ ഔട്ട് പറയുന്നേ? സൈൻ ഔട്ട് ഞാനാണ് മാം, നീതു. പറഞ്ഞോടാ. Good afternoon, everyone. First of all, I want to say thank you, ma'am, for making this class very interesting and interactive. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് കോമൺ ഡിസീസസ് ഇൻ ചിൽഡ്രൻ ആണ്. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് ഹൂപ്പിംഗ് കഫ്, അതായത് വില്ലൻ ചുമ. അതിൻ്റെ വേറെ പേരെന്ന് പറയുന്നത് 100 days of കഫ് അഥവാ പെർച്യൂസിസ്. സ്പ്രെഡ് ചെയ്യുന്നത് ബോർഡറ്റെല്ല പെർച്യൂസിസ് എന്ന ബാക്ടീരിയ വഴിയാണ്.
മോസ്റ്റ്ലി ഇത് എഫക്ട് ചെയ്യുന്നത് 5 years ഓഫ്, അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള കഫ്, വോമിറ്റിംഗ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഇതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. സെക്കൻഡ് വൺ ഡിഫ്തീരിയ, കില്ലർ ഡിസീസ് എന്നുള്ളതാണ് ഡിഫ്തീരിയ അറിയപ്പെടുന്നത്. നമ്മുടെ ത്രോട്ടിലെ വിൻഡ് പൈപ്പിൽ അഥവാ ട്രക്കിയ, ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുക. സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു രോഗം കാണുന്നത്. സ്പ്രെഡ് ചെയ്യുന്നത് കോറിയൻ ബാക്ടീരിയം ഡിഫ്തീരിയ തന്നെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ടെറ്റനസ്. ഇഞ്ചുറീസ് വഴിയാണ് നമ്മുടെ ബോഡിയിൽ ഇതിൻ്റെ ജേംസ് എൻ്റർ ചെയ്യുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്നുള്ള ബാക്ടീരിയയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. മെയിൻലി നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനൊക്കെ ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ ലക്ഷണമായിട്ട് വരിക. കൗഡങ്ക്, ഹോസ് ഡങ്ക്, ഇതൊക്കെയാണ് ഇതിൻ്റെ മീഡിയം. ഇതിലൊക്കെ ഈ ബാക്ടീരിയസ് വളരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് സ്മോൾ ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളത് കെയർ ചെയ്യണം. ഫോർത്ത് വൺ പോളിയോ. പോളിയോ എന്ന് പറയുന്ന കോസ് ചെയ്യുന്ന വൈറസ് പോളിയോ മൈലറ്റീസ് എന്നുള്ള വൈറസ് വഴിയാണ് പോളിയോ ബാധിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് വൈറസ് വീക്ക്നെസ് ഓഫ് ലിംസ്, നമ്മുടെ ലിംസിലുള്ള വീക്ക്നെസ് ആണ് അതിൻ്റെ ഒരു സൈൻ എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇല്ല. ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി ആണ്. പെർമനന്റ് ആയിട്ട് തന്നെ ആ ഡിഫക്റ്റ് നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താങ്ക് യു മാം ആൻഡ് താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഓൾ. ഇത് ക്ലാസ് കൺക്ലൂഡ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. സൈൻ ഔട്ട്. താങ്ക് യു മാം. ഓൾ.